ഇറാനെതിരെ ഇസ്രയേലും അമേരിക്കയും സംയുക്തമായി നടത്തുന്ന സൈനിക നടപടി 5-ാം ദിവസത്തിലേക്ക് കടന്നു. ടെഹ്റാനിലെ അതീവ സുരക്ഷാ മേഖലകളിൽ ഇസ്രയേൽ വ്യോമസേന ശക്തമായ ബോംബാക്രമണം തുടരുകയാണ്. ഇസ്രയേൽ പ്രതിരോധ സേന IDF ടെഹ്റാനിൽ വൻതോതിലുള്ള പുതിയ ആക്രമണ പരമ്പര പ്രഖ്യാപിച്ചു. അമേരിക്കയുമായി ചേർന്ന് നടത്തുന്ന ഓപ്പറേഷൻ എപ്പിക് ഫ്യൂറി എന്ന സംയുക്ത സൈനിക നീക്കത്തിന്റെ 5-ാം ദിവസമാണിന്ന്. ബസീജ് അർദ്ധസൈനിക ആസ്ഥാനങ്ങൾ, ആഭ്യന്തര സുരക്ഷാ കമാൻഡ് സെന്ററുകൾ, ഔദ്യോഗിക വാർത്താവിതരണ കേന്ദ്രങ്ങൾ എന്നിവ ലക്ഷ്യമിട്ടായിരുന്നു സമീപകാലത്തെ ആക്രമണങ്ങൾ. ഇറാന്റെ ആണവ ബാലിസ്റ്റിക് മിസൈൽ അടിസ്ഥാന സൗകര്യങ്ങൾ ഗണ്യമായി തകർത്തതായി ഇസ്രയേൽ അവകാശപ്പെടുന്നു. ഇറാന്റെ വ്യോമസേനയും നാവികസേനയും ഫലപ്രദമായി തകർത്തു എന്ന് പ്രസിഡന്റ് ട്രംപ് പ്രസ്താവിച്ചു. കഴിഞ്ഞ ശനിയാഴ്ച സൈനിക നടപടി ആരംഭിച്ചതു മുതൽ ഇറാനിൽ കുറഞ്ഞത് 1097 സിവിലിയന്മാരെങ്കിലും കൊല്ലപ്പെട്ടതായി മനുഷ്യാവകാശ സംഘടനകൾ റിപ്പോർട്ട് ചെയ്യുന്നു. ഇതിന് സമാന്തരമായി തെക്കൻ ലെബനനിൽ ഹിസ്ബുള്ളക്കെതിരെ ഇസ്രയേൽ കരയുദ്ധവും നടത്തുന്നുണ്ട്. ലെബനനിലെ ആക്രമണങ്ങൾ ശക്തമാക്കിയ ഇസ്രയേൽ ബെയ്റൂട്ടിലെ ഒരു ഹോട്ടലിനും കിഴക്കൻ മേഖലയിലെ പാർപ്പിട സമുച്ചയങ്ങൾക്കും നേരെ ബോംബാക്രമണം നടത്തി. ചൊവ്വാഴ്ച രാത്രി വൈകി ദുബായിലെ US കോൺസുലേറ്റിലുണ്ടായ ഡ്രോൺ ആക്രമണം അവിടെ തീപിടുത്തത്തിന് കാരണമായി. കൂടാതെ ഖത്തറിലെ US താവളത്തിൽ ഇറാന്റെ മിസൈൽ പതിച്ചതായും റിപ്പോർട്ടുകളുണ്ട്. മെഡിറ്ററേനിയൻ കടലിലേക്ക് തങ്ങളുടെ ആണവോർജ്ജം ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന വിമാനവാഹിനി കപ്പൽ അയക്കാൻ ഫ്രാൻസ് ഉത്തരവിട്ടു. കൂടാതെ തങ്ങളുടെ സൈനിക താവളങ്ങൾ സംരക്ഷിക്കുന്നതിനായി UAEക്ക് മുകളിൽ യുദ്ധവിമാനങ്ങളെ വിന്യസിക്കുകയും ചെയ്തു. സൈപ്രസിലെ ബ്രിട്ടീഷ് താവളത്തിന് നേരെ ഡ്രോൺ ആക്രമണം ഉണ്ടായതിനെ തുടർന്ന് ബ്രിട്ടനും മറ്റ് യൂറോപ്യൻ സഖ്യകക്ഷികളും യുദ്ധക്കപ്പലുകളും വ്യോമ പ്രതിരോധ സംവിധാനങ്ങളും അവിടേക്ക് അയച്ചുകൊണ്ടിരിക്കുകയാണ്. ഹോർമുസ് കടലിടുക്കിൽ എണ്ണക്കപ്പലുകളെ ലക്ഷ്യമിടാൻ സ്ഫോടക വസ്തുക്കൾ നിറച്ച ഡ്രോൺ ബോട്ടുകളാണ് ഇറാൻ ഉപയോഗിക്കുന്നത്. ആവശ്യമെങ്കിൽ എണ്ണക്കപ്പലുകൾക്ക് US നാവികസേന അകമ്പടി നൽകുമെന്ന് പ്രസിഡന്റ് ട്രംപ് പ്രഖ്യാപിച്ചു. ഇറാന്റെ കാര്യത്തിൽ US സെക്യൂരിറ്റി കൗൺസിൽ സ്വീകരിച്ചിട്ടുള്ള നിലപാടുകൾക്കെതിരെ റഷ്യയും ചൈനയും ഔദ്യോഗികമായി തങ്ങളുടെ എതിർപ്പ് രേഖപ്പെടുത്തി.